dudes, welcome to the Neve's journey. Guys, ഇപ്പോൾ സമയം എത്ര മണിയായി? 7:30. കഴിഞ്ഞ എൻ്റെ വ്ളോഗിനകത്ത് ഞാൻ സമയം പറഞ്ഞാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം എവിടെ പോവാണ് അറിയില്ല. എല്ലാത്തിനകത്തും അറിയാന്ന് പറയല്ലേ. എവിടെ പോവാന്ന് പറയും. നമ്മൾ ജസ്റ്റ് പുറത്ത് വരെ പോവാണ്. അച്ഛനൊരു സർപ്രൈസ് തരാൻ പോവാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പുറത്തോട്ട് പോവാണ്. ഇപ്പോൾ ഫസ്റ്റിലേ നമ്മൾ പുറത്ത് പോയി, ഞാനും അച്ഛനും കൂടെ പുറത്ത് പോയി സാധനം കുറച്ച് മേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു. ഞാൻ കടയിൽ നിന്ന് 2 മുട്ടായൊക്കെ തിന്നായിരുന്നു. പിന്നെ ഇവർക്ക് വിഷമാണല്ലോ എന്ന് കരുതി നെക്സ്റ്റ് ഇവരെ കൊണ്ട് പോകുന്നത് അല്ലേ. ഹലോ ഹലോ അച്ഛൻ എന്താണ് അച്ഛൻ ചെയ്യുന്നത് അവിടെ ഇരുന്ന്? അച്ഛൻ ഞങ്ങളിവിടെ വരുന്നില്ലേ? ഒരാള് ഒരുങ്ങാൻ കയറിയിട്ട് 1/2 മണിക്കൂറായി. നമുക്ക് അവളെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഒരുങ്ങിയോ? അമ്മൂനറിയാം ഇന്ന് നമ്മൾ എവിടാ പോകുന്നതെന്ന്. ഗൈസ്, ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുവാണ്. ആര്യാസി കൊണ്ടാന്ന് പറയുന്നത്. ആര്യാസ് ഇസ് എ വെജിറ്റേറിയൻ കട. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാന്നാണ് ഇപ്പൊ പറയുന്നത്. എലൈറ്റി പോയാ നമുക്ക് ബിരിയാണി. എലൈറ്റി പോയാൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമില്ല. അന്നൊരു വട്ടം ഞങ്ങളൊരു പഴുതാരയുടെ കണ്ണെന്ന്. വേറെ പ്രശ്നമൊന്നുമില്ല. ചുമ്മാ ഓരോരോ രീതിയിൽ വന്നിട്ട് നല്ലയാണോ സുന്ദരിയാണോ. ആർ യു ഹാപ്പി? നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചതെന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കിയാലോ? അൺബോക്സിങ് വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ മേടിച്ചിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോ എങ്ങനെ ചെയ്യും? പിന്നെ എണ്ണയുണ്ട്, വാസ്ലിനുണ്ട്, ലോഷനുണ്ട്. അല്ല, ലോഷനല്ല, ഷാമ്പു ഉണ്ട്. ഇവിടെ ആദ്യമേ എല്ലാ ലോഷൻസും എടുത്ത് തീർക്കുന്നത് ഇവളാണ്. കേച്ചാന്ന്. ഓ, ചുണ്ടൊക്കെ കണ്ടോ തിളപ്പിച്ച് തുടിപ്പിച്ചോണ്ട് വന്നേക്കുന്നു. എന്റെ കൂടെ പാട്ട് വേണം. റെഡിയാണോ? നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ മോയ്സ്ചറൈസർ, വാസ്ലിൻ്റെ ക്രീമാണ് മേടിച്ച് തേക്കുന്നത്. വാസ്ലിൻ മാത്രം നമ്മൾ പല പല ക്രീംസാണ് തേക്കുന്നത്. നമുക്ക് തന്നെ നല്ല ഇഷ്ടമാണോ നമ്മൾ മേടിക്കും, നല്ല മണമാണോ നമ്മൾ വീണ്ടും യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ വീട്ടിൽ എണ്ണം കുറവായതുകൊണ്ട് അത് പെട്ടെന്ന് തീരത്തില്ല അല്ലേ. എനിക്കൊരു സംശയം, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കോടാലി തൈലത്തിന് കോടാലി തൈലം എന്ന് പേരിട്ട്? നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടും നമ്മുടെ തലവലിക്ക് വേണ്ടിയിട്ടൊക്കെ തേക്കുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഇതിന് കോടാലി തൈലം എന്ന് പേരിട്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയണം എന്തിനാണ്. ചിലപ്പോൾ ഒരു മീനിങ് എടുക്കുകയാണെങ്കിൽ കോടാലി കൊണ്ട് തല്ലി കുത്തിയാലും ആ വേദനയും മറികടക്കാനുള്ള ശക്തി ഇതിനുണ്ട് എന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തിനായിരിക്കും ഇതിന് കോടാലി തൈലം ഇട്ടുകൊടുത്തത്? നിങ്ങളെല്ലാം വിചാരിക്കില്ല, ഞാൻ ചുമ്മാ പറയുന്നത്. രസത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഒരു കോമഡി. ചളി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ചളിയാണ് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ അല്ലേ രസം. കുറച്ച് ചളികളൊക്കെ വേണം. പലരും പല പല പരിപാടികളാണ്. ഒരാൾ മുട്ട എടുത്ത് വെക്കുന്നു, ഒരാൾ ഷൂസ് ഇടുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവർ എൻ്റെ അച്ഛനെ കാണാതെ പോയി. എവിടെയെങ്കിലും പോകുമ്പോൾ എപ്പോഴും കാണാതെ പോകും. എവിടെയെന്ന് അറിയത്തില്ല. സോ നമ്മളെപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല. ഇപ്പം തന്നെ സമയം 7:30 ഒന്നും വിചാരിക്കേണ്ട. ഇടയ്ക്ക് ചെറിയ തലയ്ക്ക് ബോധം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നു. നാച്ചുറൽ
ഒരു മുട്ട നീ പൊട്ടിക്കും, അപ്പൊ നിന്റെ തല പൊട്ടിക്കാനുള്ള ആൾ അടുത്തായിട്ട് മേളിൽ താഴെ വരുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ ഇറങ്ങാൻ പോവാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അച്ഛൻ കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. നൈറ്റ് റൈഡ് ഇഷ്ടമുള്ളവരാണോ ഗൈസ് നിങ്ങൾ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൈറ്റ് റൈഡ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് നൈറ്റ് റൈഡ്. താരയും കാണത്തില്ല, എന്റെ പല്ല് മാത്രം കാണില്ല. പുറകിൽ ആരെങ്കിലും കാണാവോ? ഓ മൈ ഗോഡ്, വെട്ട വിട്ടിട്ട് പോലും ആരെയും കാണുന്നില്ല. ഓ കുനിഞ്ഞിരിക്കുവായിരുന്നോടി നീ. What are you doing? I'm trying my please. ഗൈസ് നമ്മുടെ പെരുന്നമ്പലം. ഗൈസ് ഇവിടെ അച്ഛനാണെങ്കിൽ വെജിറ്റേറിയൻ കട മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതിനെന്താണ് ഇങ്ങനെ എന്താ പറയാ ഒളിഞ്ഞു നോക്കണം. നമ്മൾ നമ്മുടെ മെയിൻ റോഡിലൊക്കെ എത്തിയിട്ടുണ്ട്. കട തപ്പി പോവാണ്. അച്ഛൻ ഹോൺ അടിച്ചാന്ന് തോന്നുന്നു. അച്ഛനെ തേച്ച് ഹോൺ അടിച്ചേ. നിങ്ങൾ നൈറ്റ് റൈഡ് ഇഷ്ടമുള്ള ആൾക്കാരാണോ? അങ്ങനെ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് എലൈറ്റിലാണ് പോകുന്നത്. ഇപ്പം എല്ലാവരും ഉണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. തൊട്ടിപ്പുറേ ബാറുണ്ട്, നമുക്ക് ബാറിൽ കയറിയാൽ റോഡ് ക്രോസ് ചെയ്യണം ഗൈസ്, റോഡ് ക്രോസ് ചെയ്യണം. നല്ല വൃത്തികെട്ട കോലമാണ്. റോഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പാണ്ടിക്കോലമെന്ന് മനസ്സിലായത്. കഴിക്കാനായിട്ട് പോവാണ്. നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്? ഞാൻ ബിരിയാണി വല്ല ഓർഡർ ചെയ്യാനോ എന്ന് ആലോചിക്കുന്നത്. ബിരിയാണി വല്ല ഓർഡർ ചെയ്താലോ എന്നൊരു ആലോചിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, ഇതേപോലെ സാധനം അടിച്ചു മാറ്റി, ചേച്ചിമാരുടെ സാധനം അടിച്ചു മാറ്റിയിടുന്ന അനിയത്തിമാരുണ്ടോ ഗൈസ്? അവിടെ ഒരാൾ എനിക്ക് ഐഫോൺ എടുത്താലെന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ അനിയത്തിമാരുടെ സാധനം അടിച്ചു മാറ്റുന്ന കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട്. ഇന്നെ കഞ്ചാവ് അടിച്ച പോലെ ഗൈസ്. കടയിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ല. പൊറോട്ടയും ഫ്രൈഡ് റൈസും ചപ്പാത്തിയും വേറെ ഒന്നുമില്ല. ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. നീ ഏത് ഓർഡർ ചെയ്തു? പൊറോട്ട ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ചായ മാത്രം കുടിച്ചില്ലല്ലേ? അയ്യോ, അവർ നമ്മളിട്ട് റോഡ് ക്രോസ് ചെയ്യാം. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. നമ്മൾ വണ്ടി കയറുവാണ്. വാ നോക്കി ടൈം കളയല്ലേ. ബൈ ബൈ. നൈറ്റ് റൈഡ് അവസാനിച്ചിരിക്കുന്നു. ബൈ കൊടുക്കൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഉറക്കം വന്ന് വണ്ടി ഇരുന്നപ്പം ഫ്രൈഡ് റൈസിൻ്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ അല്ലിക്ക് ഉറക്കം വന്നിട്ടുണ്ട്. ഞാനും അല്ലി ഫ്രൈഡ് റൈസ് കഴിച്ചതുകൊണ്ട്. അപ്പം എന്നായാലും ഇനിയിപ്പോൾ സമയം കളയുന്നില്ല. 8:30 കഴിഞ്ഞതേ ഉള്ളൂ. എന്നാലും ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാനായിട്ട് പോവാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ ഗായ്സ്, ബൈ ബൈ.
ഗുഡ് നൈറ്റ് ആൻഡ് ലവ് യു.